ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും ശാന്തിഗിരി ഫെസ്റ്റിവലിൽ വൻ ജനത്തിരക്കാണ്. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള പ്രവാസികാര്യ ദിവസാഘോഷങ്ങൾ ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മേള അവസാനിക്കുന്ന ഈ മാസം 19 വരെ കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. 15 ദിവസം പിന്നിടുമ്പോഴും ശാന്തിഗിരി ഫെസ്റ്റിൽ വൻ ജനത്തിരക്കാണ്. കുട്ടികൾക്കുള്ള സൗജന്യ പ്രവേശനം മേള അവസാനിക്കുന്ന ഈ മാസം 15 വരെ നീട്ടി. മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രവാസികാര്യ ദിവസവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 19-ാം തീയതിയാണ് ഇതിന് സമാപനമാകുന്നത്. ഭാരതീയ പ്രവാസി ദിവസ് അത് ജനുവരി 9-ാം തീയതി ആഘോഷിക്കുകയാണ് ലോകം മൊത്തം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്. അപ്പോൾ അതിന്ന് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ് ഇവിടെ ആഘോഷിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്ക് ബഹുമാന്യനായ പൊതുമരാമത്ത് മന്ത്രി ശ്രീ റിയാസ് അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ട് പ്രവാസി ഭാരതീയ ദിവസ് ശാന്തിഗിരി ഫെസ്റ്റിനോടനുബന്ധിച്ച് ലോകത്തെ എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാ മലയാളികൾക്കുമായിട്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ടാണ് ശാന്തിഗിരി ഫെസ്റ്റിൽ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡിസംബർ 20-ന് തുടങ്ങിയ മെഗാ ഫ്ലവർ ഷോയിൽ സന്ദർശകരുടെ പ്രവാഹമാണ്. മഞ്ഞിൻ താഴ്വരയും അരയന്നങ്ങളുടെ വീടും പക്ഷിസങ്കേതവും ഒക്കെ കാണികളുടെ മനം കവരുന്ന കാഴ്ചാനുഭവങ്ങളായി മാറിക്കഴിഞ്ഞു. രാജ്യത്തെ വിവിധ വെജിറ്റേറിയൻ രുചികൾ നിറയുന്ന ഭക്ഷ്യമേളയാണ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണം. ഫുഡ് കോർട്ടിൽ 100-ലധികം വിഭവങ്ങളാണ് ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം.